ഇങ്ങനെ അധികാരം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഏലിയാസിനും വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത മാസം മിഥുൻ വരുന്നുണ്ടെന്ന്. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ മംഗളമായ ഇവക്കും അവനോടൊപ്പം പോവാമല്ലോ. എന്താ പാപ്പ ഇങ്ങനെ സഡൻ ആയൊരു മൂവ്മെന്റ്? എന്റെ പഠിപ്പ് കഴിയട്ടെ. വേണ്ട, പഠിപ്പ് മുടക്കണ്ട, അവിടെ ചെന്നാലും പഠിക്കാലോ. പാപ്പ പ്ലീസ്. വേണ്ട, അതും ഇതും പറഞ്ഞ് ഒഴിയണ്ട. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. റീത്തെ, നീ ഏലിയസിനെ ഒന്ന് വിളിച്ചേ. ആ എലിയാസേ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ മോളോട് സംസാരിക്കായിരുന്നു. ഞാൻ മിഥുനെ വിളിച്ചിരുന്നു. അവൻ ഹാപ്പിയാ. എന്നത്തേക്കാണെന്ന് മാത്രം നീ പറഞ്ഞാ മതി. ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഡേറ്റ് ഒക്കെ നിന്റെ സൗകര്യത്തിന് നീ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. ഇതാ ഇപ്പൊ ഈ നിമിഷം എന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ. ആ ഇതാ അവിടെ ഉണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആ കൊടുക്കാം. ഹലോ. എന്താ മോളെ, സുഖല്ലേ? ഇനിയിപ്പോ നിങ്ങൾ കാത്തിരുന്ന് മുഷിയണ്ട. അടുത്ത മാസം മിഥുൻ വരുന്ന ദിവസം തന്നെ നാൻസി, എന്താ നാൻസി നീയൊന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. നാൻസി, ടോമി പറയുന്നതിൽ കാര്യമുണ്ട്. പപ്പയോടും അമ്മയോടും നമുക്ക് പറയാം, അപേക്ഷിക്കാം, കരയാം. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. മനസ്സിലൊരാളെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആരുടെ കൂടെ ജീവിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ? രൂപേഷേ, നീ പറ, നിനക്ക് നാൻസി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ? ഇല്ല. നാൻസി, നിനക്കോ? ഇതെന്താ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ? അറിയാലോ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ആലോചന? തൽക്കാലം ഇതാരും അറിയുന്നില്ല. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ മാത്രം പുറത്തു പറഞ്ഞാൽ മതി. ഈ രജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജയിലൊന്നും അല്ലല്ലോ. നമ്മൾ അവിടെ പോകുന്നു, ഒപ്പിടുന്നു, തിരികെ പോരുന്നു, അത്ര തന്നെ. അതെ, നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. എപ്പോഴേ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞേനെ. ഫസ്റ്റ് നൈറ്റ്. നീ ടെൻഷൻ ആവാതെ, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഉണ്ട്. ആ, ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാ, നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞിട്ടാ. നിനക്ക് രൂപേഷിനെയും രൂപേഷിന് നിന്നെയും നഷ്ടപ്പെടാതിരിക്കാനാ. ചേട്ടാ അതെ, ഒന്ന് മാറി. അല്ല, ഞാനൊരു ഉമ്മ. ഉമ്മയല്ല, ബാപ്പ. അതെ, അവൻ കൊടുത്തു. എന്നാ പിന്നെ നിനക്കിരിക്കട്ടാ. ഹലോ. നമസ്കാരം മിസ്റ്റർ മേലുപ്പ. വിലപ്പെട്ട സമയം പാഴാക്കിയതിൽ ക്ഷമിക്കണം. ഇത് നിങ്ങൾക്കുള്ള എന്റെ ലാസ്റ്റ് കോളാണ്. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ അറിയിക്കുന്ന അവസാനത്തെ സത്യവും. നിങ്ങളുടെ മകൾ നാൻസി വിവാഹിതയായിരിക്കുന്നു. വാഗമുട്ടം രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. നോ, നെവർ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങൾ ആരാണ്?
നിങ്ങൾക്കിത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതിനു മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിക്കുക, അതിനുശേഷം മാത്രം വിശ്വസിക്കുക. ഗുഡ് ബൈ. പാപ്പാ. വണ്ടി ഓടിക്കുന്നത് കണ്ണുമൊക്കെ കണ്ടൂടെ? വായുവിനെ പോവാന്ന് മനുഷ്യനെ കൊല്ലാറിയിരിക്കണോ? മനുഷ്യനെ കൊല്ലാറിയിരിക്കണോന്ന്. സോറി. ഇനിയിപ്പോ എങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? എന്നാലും അവള് നമ്മളോട് ഇങ്ങനെ. നീ ഇങ്ങനെ കരയാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെന്നറിഞ്ഞ തിരിച്ചറിവില്ലാത്ത പ്രായമാണ്. എടുത്തിയാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ചെല്ല, നീ പോയി ഭക്ഷണം എടുത്തു വെക്ക്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇവൻ വലിയ ടിൻഡു പോകാനല്ലേ? രൂപേഷ് പപ്പ. എന്താ പപ്പ? ഒന്നുമില്ല, ചുമ്മാ മോളിനൊന്ന് കാണാൻ. പിന്നെ ഇത് ഞാനും പഠിച്ച കോളേജല്ലേ, ഇരുന്നപ്പോ ഒന്ന് വരണമെന്ന് തോന്നി. പപ്പ, these are my friends. ഇത് ടോമി, ഇത് ഫിറോസ്, ഇതിലാരാണ് രൂപേഷ്? ഞാനാ. ഓഹോ, വരൂ. പ്ലീസ് കം. മോളു, ഞങ്ങളിപ്പോ വരാം. വാ, കം, ഗെറ്റ് ഇൻ. പപ്പ, ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്? വരൂ.